അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മുട്ടക്കറിയാണ്. സാധാരണയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു മുട്ടക്കറി ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മുട്ട ഫ്രൈ ഒന്നും ചെയ്തിട്ടല്ല കറി ഉണ്ടാക്കുക. ഇത് ഡീപ് ഫ്രൈ അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമ്മളിപ്പോൾ മുട്ട ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ട ഒന്ന് ഫ്രൈ ഇല്ലേ, അതുപോലെ ഒന്ന് ഫ്രൈ ഒക്കെ ചെയ്ത് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റും ഉണ്ടാകും ഒരു മുട്ടക്കറിക്ക്. അപ്പോൾ നമ്മളെപ്പോഴും ഒരേ രീതിയിലുള്ള മുട്ടക്കറികൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മടുപ്പ് തോന്നും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള കറികളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഉള്ള, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കറിയാണ്. പക്ഷെ നമ്മുടെ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയുമാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സുമായിട്ട് ചേർന്ന് പോകുന്ന, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളൊക്കെ ആയിട്ട് ചേർന്ന് പോകുന്ന കറികളാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം, ഡിന്നറിന് ഉണ്ടാക്കാം, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെ പെർഫെക്റ്റ് ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചപ്പാത്തിക്ക്, അപ്പത്തിന്, പൊറോട്ട, നാൻ, റൊട്ടി എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം ഇഷ്ടമായോ എന്ന് മറക്കാതെ ഒന്ന് പറയുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ മുട്ടക്കറി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 4 സവോള ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനലി ചോപ്ഡ് അല്ല, ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ സവോള ആയതുകൊണ്ടാണ് 4 സവോള എടുത്തത്. വലിയ സവോളയാണെങ്കിൽ 3 സവോള മതി കേട്ടോ. അതുപോലെ 5 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3 തക്കാളിയാണ്. 3 തക്കാളി എന്ന് പറയുമ്പോൾ ഇതാ എൻ്റെ കയ്യിലുള്ള തക്കാളി ഇത്രയും ചെറിയ തക്കാളിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1.5 തക്കാളി മതി കേട്ടോ. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കി തുടങ്ങാം. നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കാൻ പോകുന്നത്. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയിലോ ഈ കറി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് പൊടികളൊക്കെയാണ് ചേർക്കാൻ പോകുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എണ്ണ അധികം ചൂടാവേണ്ട ആവശ്യമില്ല. അധികം ചൂടായിട്ടുണ്ടെങ്കിൽ പൊടികൾ നമ്മൾ ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ പൊടികളൊന്ന് കുക്കായി തുടങ്ങണം, കരിഞ്ഞു പോവുകയും ചെയ്യരുത്. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ 2 മുട്ട കുറച്ച് പൊട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് തീ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇതിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കറി ഉണ്ടാക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മുട്ടയൊന്ന് ഇതിലൊന്ന് ചൂടായി വരണം. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. പൊട്ടിത്തെറിക്കും എന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റേക്ക് അടച്ചു വെക്കാം കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് മുരിഞ്ഞൊന്നും വരണ്ട. ഇപ്പോൾ നമ്മൾ മുട്ട ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കില്ലേ, അതുപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി. ഇപ്പോൾ ക്ലൈമറ്റ് പ്രശ്നം തോന്നുന്നു, എല്ലാവരുടെയും സൗണ്ടിനും പ്രശ്നമാണ്. ഇവിടെ ഷമീറിന് പനിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി ആർക്കൊക്കെ പനി വരും എന്നൊന്നും അറിയാതെ പേടിച്ചിരിക്കുകയാണ് സത്യത്തിൽ. ഷമീറിന് പനി വന്നിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും, ഷമീറിൻ്റെ വീട്ടിലെല്ലാവർക്കും മൊത്തത്തിലെ പനിയായിരുന്നു. അപ്പോൾ നല്ല പേടിയുണ്ട് എനിക്ക്. പനി വന്നാൽ കഴിഞ്ഞു. സൗണ്ട് അത്ര പെർഫെക്റ്റ് ആവുന്നില്ല. ആകെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ചൂടും തണുപ്പും മാറി മാറി വരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൗളിലേക്ക് മാറ്റാൻ നമുക്ക് ഏറ്റവും എളുപ്പം ഒരു സ്പൂൺ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ വീണ്ടും കുറച്ചുകൂടി എണ്ണ ആഡ് ചെയ്യുകയാണ് ഈ പൊടികളിലേക്ക്. നിങ്ങൾക്ക് വേറെ പാനിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. 2 പാനിലായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റ പാനിൽ തന്നെ ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാനാണ്. ഇപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയ്ക്കൊന്നും ഒരു എനർജി ഇല്ല, ആകെ ഒരു ശോകമോഹമായിട്ടിരിക്കുന്ന കറിവേപ്പില. എന്താ പറയുക, ഒരു സുഖമില്ല കറിവേപ്പില കണ്ടിട്ട് തന്നെ. ഈ പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, ഇത് ആഡ് ചെയ്യാം. ഇത് ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ, എങ്കിലേ കറക്റ്റ് ആവുള്ളൂ.
ഇനി സവോള ഒന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മുടെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സവോള ഒന്ന് കുക്കാവട്ടെ. ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് വേഗം കുക്കായി കിട്ടിക്കോളൂ കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കാൻ മറക്കരുത്. ഇപ്പോൾ നമ്മൾ സവോള അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ചു. അപ്പോൾ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുറിച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഈ പച്ചമുളകിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നില്ല. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ ആഡ് ചെയ്യാതിരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇതാണെന്ന് വെച്ചാൽ ആകെ കുറച്ചല്ലേ ഉള്ളൂ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. പിന്നെ ഇതിലേക്ക് തക്കാളിയുടെ പുളി കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ തക്കാളിയുടെ എണ്ണം കൂട്ടാം. എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. പുളി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ എണ്ണം കുറയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്താവുന്നതേ ഉള്ളൂ. എരിവാണെങ്കിലും ഒരുപാടങ്ങ് എരിവുണ്ടാവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവ് കുറവായിരിക്കും, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പച്ചമുളകിൻ്റെ എരിവാണ് മെയിനായിട്ട് വരിക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒരുവിധം കുക്കായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് കുക്കാവട്ടെ. നിങ്ങൾക്ക് നന്നായിട്ട് ബ്രൗൺ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ ആക്കി എടുക്കാം. ഞാനിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ബ്രൗൺ ആക്കുന്നില്ല. ഈ സവോളയൊന്ന് നന്നായിട്ട് കുക്കായി കിട്ടാനുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക്. ഈ സമയത്ത് തന്നെ കുറച്ച് ചൂടുവെള്ളം നമ്മൾ റെഡിയാക്കി വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കറിയിൽ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് അങ്ങ് മാറും. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ യൂസ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ആഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കുക. നമ്മൾ ആദ്യം എണ്ണയിൽ മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നത് 2 ടീസ്പൂണാണ് കേട്ടോ. നമ്മുടെ ഗ്രേവിക്ക് ഒരു കൊഴുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ 2 ടീസ്പൂൺ മല്ലിപ്പൊടി തന്നെ ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. പൊടികളെല്ലാം നന്നായി കുക്കായി വരണം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കുക്കായി വന്നോളും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറിയിട്ട് മാത്രം പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ അത് ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരും. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്നൊന്ന് കുക്കാവണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുള്ളൂ. ലോ ഫ്ലെയിമിൽ തന്നെയായിരിക്കണം, ഹൈ ഫ്ലെയിമിലാവരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കറി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി കേട്ടോ. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തു. കണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിക്കഴിഞ്ഞു. ഇതിലേക്ക് നമുക്കിനി തക്കാളി ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും തക്കാളി ബാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു തക്കാളി കണ്ടിട്ട് ഇത്രയും മതി, ഓവറായിട്ട് തക്കാളി വേണ്ട, പുളി വേണ്ടല്ലോ വെച്ചിട്ടാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. തക്കാളി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ചു വയ്ക്കാം കേട്ടോ. ഇനിയും അടച്ചു വയ്ക്കണം. ഈ ഒരു കറി ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ബാച്ചിലേഴ്സിനാണെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. തേങ്ങ അരയ്ക്കൊന്നും വേണ്ടല്ലോ. നമ്മളിപ്പോൾ സാധാരണ മുട്ടക്കറിയൊക്കെ വയ്ക്കുമ്പോൾ തേങ്ങ അരയ്ക്കണമെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അടച്ചു വയ്ക്കുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. തക്കാളിയും നന്നായിട്ട് ഉടഞ്ഞ് ഈ ഗ്രേവിയിലേക്ക് മിക്സ് ആവണം. അപ്പോൾ അതിന് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ.
അപ്പോൾ ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിലും അരക്കപ്പും കൂടി വെള്ളം ചേർത്താലേ കുറുകി വരുമ്പോൾ കറി കറക്റ്റ് ആവുള്ളൂ. അത് നമുക്ക് എത്ര ഗ്രേവി വേണം, അപ്പോൾ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചൂടുവെള്ളം ചേർക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി കുറുകി വരട്ടെ, നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും 10 മിനിറ്റാണ് ഞാൻ ഇനി അടച്ചു വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്തിട്ട് ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും ഒരു 10 മിനിറ്റായി. അപ്പോൾ കണ്ടോ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്, തക്കാളി കുക്കായി അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ സവോളയ്ക്ക് മാത്രമേ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായുള്ളൂ. ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർക്കുക. വീണ്ടും ഉപ്പ് ആവശ്യമാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. വീണ്ടും അടച്ചു വയ്ക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പുളി ചെക്ക് ചെയ്യുക. പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ 2 പിഞ്ച് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുളി ബാലൻസ് ആയിക്കോളും. ഞാനിപ്പോൾ 1 പിഞ്ച് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അത് പുളി ബാലൻസ് ആവാൻ വേണ്ടി മാത്രമല്ല, കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂടാനും കൂടി വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷണലാണ്. പിന്നെ ഈ പുളി കൂടുതലാണെങ്കിൽ മാത്രം 2 പിഞ്ച് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. ഇനി നമ്മുടെ ഗ്രേവി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിക്കോളും. ഇത്രയും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അടച്ചു വയ്ക്കണം എന്നില്ല, ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. കുറച്ചുകൂടി ഗ്രേവി കുറവ് മതി, ഒന്നുകൂടി തിക്കാവട്ടെ എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കുക കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് 5 മിനിറ്റ് അടച്ചു വയ്ക്കുന്നത്. ചെറിയ ബർണറിലാണ്, അതുകൊണ്ട് വേഗം തന്നെ ഗ്രേവി വറ്റിപ്പോയില്ല. ഇപ്പോൾ നമ്മുടെ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. സവാള കടിക്കാനൊന്നും കിട്ടില്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറിയുടെ പരിപാടി. കുറച്ച് ടൈം കൂടുതൽ എടുക്കുമെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ ഭംഗിയുള്ള മുട്ടക്കറി റെഡിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മുട്ടക്കറി ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചപ്പാത്തിയാണ് ഞാൻ മുട്ടക്കറിയുടെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയും കൂട്ടി കഴിക്കട്ടെ. എല്ലാവരും ഈ ഒരു കറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അധികം ബുദ്ധിമുട്ടില്ലല്ലോ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.